എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ബുൽമയും ഗോക്കുവും അവർ രണ്ടുപേരും ഫ്ലൈയിങ് നിംബസിൽ ഇപ്പോൾ ആ ഒരു ഐലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം മൂന്നാമത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തുക എന്നതാണ്. അവർക്ക് ഇത്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗോക്കു ഒറ്റയ്ക്ക് ഇപ്പോൾ കടലിലേക്ക് എടുത്തു ചാടും. അവൻ ഒരുപാട് ദൂരം കടലിന്റെ അടുത്തട്ടിലേക്ക് നീന്തും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവൻ ശ്വാസം മുട്ടും. സോ അവന്റെ അന്വേഷണം തുടരാൻ കഴിയാതെ അവൻ തിരിച്ചു വരികയാണ്. അതേസമയം ബുൽമയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആ സോൾജിയേഴ്സിന്റെ കയ്യിൽ അകപ്പെട്ട് ഗോക്കുവിന്റെ സഹായത്തിനായിട്ട് നിലവിളിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടേക്ക് വന്ന് അവരെ തകർത്ത് അവളെ സേഫാക്കി കൊണ്ടുപോകും. അതിനുശേഷം ബുൽമയോട് പറയും, മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്കിത് ചെയ്യാനാവില്ല. തീർച്ചയായിട്ടും ഒരു സബ്മറീൻ ഇല്ലാതെ നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അത് ക്യാപ്റ്റൻ റോഷിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ഒരു സബ്മറിയൻ കടം വാങ്ങാം. അത് കേൾക്കേണ്ട താമസം അവൾ ഷോക്കാവും. ഞാൻ ഒരു കാരണവശാലും അയാളുടെ അടുത്തേക്ക് വരില്ല. അയാൾ വളരെ ബാഡാണ്. എന്നെ ആയിരിക്കും അയാൾ പകരമായിട്ട് ആവശ്യപ്പെടുക. അതിന് ഗോക്കു ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ക്യാപ്റ്റൻ റോഷിയുടെ ആ ഒരു വീട് ലക്ഷ്യമാക്കി പോകും. അപ്പൊ ദൂരത്തായിട്ട് അവനത് കാണും. വീട് കാണേണ്ട താമസം ഗോക്കു ആണെങ്കിൽ ഡബിൾ ഹാപ്പി. അവൻ കുറച്ചുകൂടെ സ്പീഡിൽ അങ്ങനെ കറങ്ങി വരികയാണ്. കൺട്രോൾ പോയ നമ്മുടെ ബുൽമ അവൾ തെറിച്ചുപോയി ഗോക്കുവിന്റെ മുടിയിൽ പിടിച്ചു നിൽക്കും. ഉച്ചത്തിൽ നിലവിളിക്കും. അത് കണ്ട് ഞെട്ടിയ ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ അവളെ സേഫ് ആക്കി അവന്റെ ബനിയന്റെ ഉള്ളിൽ വെക്കുകയാണ്. ഐ എം സോറി, ആവേശത്തിൽ നിന്റെ കാര്യം ഞാൻ മറന്നുപോയി. കട്ട് ചെയ്താ ഇവിടെ തകർന്നു വീണ ഹെലികോപ്റ്റേഴ്സ് കാണിക്കും. അവിടേക്ക് ഇപ്പം മറ്റൊരു കോപ്റ്റർ വന്ന് പറ്റിയ ആ രണ്ട് പൈലറ്റ്സിനെയും റെസ്ക്യൂ ചെയ്യുകയാണ്. അതിനുശേഷം ഇത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടായ കാര്യം അവര് ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കും. കട്ട് ചെയ്ത ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. ആ ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതിന് ഓപ്പോസിറ്റുള്ള ആൾ പറയും അവനെ കണ്ടെത്തി, പക്ഷെ അവന്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ട്, ഒരു പെൺകുട്ടി. നമ്മുടെ സോൾജിയേഴ്സിനെയും ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് ഇവിടുന്ന് കടന്നുപോയി. ഞങ്ങൾ മാക്സിമം അവരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് ഓഫീസറാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇത്രയും വേഗം അവരെ കണ്ടുപിടിക്കാനായിട്ട് പറയും. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ഒരു ഫ്ലവർ അതങ്ങനെ ഞെരിച്ച് കളയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവൻ ഇപ്പൊ മാസ്റ്ററിന്റെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ടർട്ടിലാണെങ്കിൽ അവിടെയുള്ള പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കുമ്പോഴായിരിക്കും ഗോക്കു അവിടേക്ക് വരിക. ഗോക്കുവിനെ കണ്ട് ടർട്ടിലിന് ഒരുപാട് സന്തോഷം. വാവ്, നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തുപറ്റി പെട്ടെന്ന് ഇവിടേക്ക് വരാൻ? അതിന് ഗോക്കു പറയും, എന്നെ വീണ്ടും കാണാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പൊ അത്യാവശ്യമായിട്ട് എനിക്ക് മാസ്റ്റർ റോഷിയുടെ ഒരു സഹായം ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ ഇല്ലേ? അതിനാ ടർട്ടിൽ പറയും, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ് മാസ്റ്ററിനെ വിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കാണിക്കും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ കുറച്ച് അഡൽട്ട് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ കുൽസിതത്തില് ആറാടിയിരിക്കും. ടർട്ടിലാണെങ്കിൽ വീണ്ടും മാസ്റ്ററിനെ വിളിക്കും. അതിന് മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാനൊരു അല്പം തിരക്കിലാണ്, ഇപ്പൊ എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഉടനെ ടർട്ടിലാണെങ്കിൽ ഗോക്കു അവിടേക്ക് എത്തിയ കാര്യം ഇപ്പൊ മാസ്റ്ററിനോട് വിളിച്ചു പറയും. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി പുറത്തേക്ക് വരും. ആവു, നിന്നെ വീണ്ടും ഇത്ര വേഗം കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. നീ ആ ഡ്രാഗൺ ബോൾസ് അത് അന്വേഷിച്ച് പോയതല്ലേ? ഇത്ര വേഗം നീ അത് മതിയാക്കിയോ? അതിന് ഗോക്കു പറയും, അയ്യോ ഇല്ല, ഡ്രാഗൺ ബോൾ അന്വേഷണം അത് നിർത്തിയിട്ടില്ല. അത് ശരിക്കും വളരെ രസകരവും അഡ്വഞ്ചറുമാണ്. സത്യത്തിൽ ഒരു ഡ്രാഗൺ ബോൾ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിന് മാസ്റ്ററുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് കണ്ടെത്താൻ ഒരു സബ്മറിയും വേണം. അത് മാസ്റ്റർ തന്ന് സഹായിക്കണം. ഉടനെ ബുൽമയാണെങ്കിൽ ഇപ്പോൾ നോർമൽ സൈസിലേക്ക് വരും. ബുൽമയെ കാണേണ്ട താമസം അപ്പാപ്പനും ഭയങ്കര സന്തോഷം. ബുൽമയാണെങ്കിൽ അപ്പാപ്പനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് സബ്മറിയൻ അത് കിട്ടിയേ പറ്റൂ. അതിന് മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവളോട് ചോദിക്കും, നിനക്കെങ്ങനെ നിന്റെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും കഴിഞ്ഞു? അതിനവൾ പറയും, ഇത് ഞാൻ കണ്ടെത്തിയ ഒരു സ്പെഷ്യൽ ഡിവൈസ് വാച്ചാണ്. ഇതിന്റെ സഹായത്താൽ എനിക്കത് സാധിക്കും. മാസ്റ്റർ ആണെങ്കിൽ അല്പനേരം അതിലേക്ക് തന്നെ നോക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സബ്മറിയൻ തരാം, പക്ഷെ അതിന് പകരമായി ഈ വാച്ച് എനിക്ക് തരണം. അത് കേട്ട് അവൾക്കൊരു അല്പം വിഷമം തോന്നും. പക്ഷെ വേറെ വഴിയില്ലാതെ അവളത് കൊടുക്കുകയാണ്. മാസ്റ്റർ ആ വാച്ച് കയ്യിൽ കെട്ടി അവളോട് പറയും, നിങ്ങളൊരു അല്പസമയം വെയിറ്റ് ചെയ്യണം. മൊട്ടപ്പനും എൻ്റെ ഗേൾഫ്രണ്ടും അവർ രണ്ടുപേരും ടൗണിലേക്ക് പോയിരിക്കുകയാണ് പർച്ചേസിന്. അവർ തിരികെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ സബ്മറിയൻ തരാമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പനും നമ്മുടെ ചുന്ദരി പെണ്ണ് ലോഞ്ചും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ജനറൽ ആള് ദേഷ്യപ്പെട്ട് പറയും, എത്രയും വേഗം എനിക്ക് ആ ഡ്രാഗൺ ബോൾ കിട്ടണം. ബ്ലൂവെ കാര്യങ്ങൾ അറിയിക്കണം. നമ്മുടെ കയ്യിലുള്ള റഡാർ ആക്യുറേറ്റ് ആയിട്ട് ആ ഡ്രാഗൺ ബോൾ എവിടെയാണെന്ന് കാണിക്കുന്നില്ല. പക്ഷെ ആ പൊടിപ്പയ്യന്റെ കയ്യിലുള്ള റഡാർ അത് കൃത്യമായിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. സോ അതിനർത്ഥം അവനെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. എത്രയും വേഗം ആ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ബ്ലൂവിനെ കോണ്ടാക്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും മുട്ടപ്പനും ലോഞ്ചിനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലോഞ്ച് അവളാണെങ്കിൽ ആഞ്ഞു തുമ്മി ഇപ്പൊ മോൺസ്റ്റർ ലേഡിയായി മാറിയിരിക്കുകയാണ്. അവൾ ആ കടക്കാരനെ അറഞ്ച അടിക്കും. മൊട്ടപ്പനാണെങ്കിൽ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. അവൾ മൊട്ടപ്പനെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. അതിനുശേഷം കയ്യിൽ കിട്ടിയ ഓരോരുത്തരായിട്ട് അവൾ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ഇവിടെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ കടലിലേക്ക് മുങ്ങി ഇഷ്ടം പോലെ
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പോൾ നമ്മുടെ ബൊൽമ അവളാണെങ്കിൽ ഒരുപാട് നേരം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ പതിയെ മയങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കും. മാസ്റ്റർ ആണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്ക് കുടിക്കാൻ ഇനിയും വെള്ളം വേണം? അവൾ പറയും, എനിക്ക് കുടിക്കാൻ വെള്ളം ആവശ്യമില്ല, ഇപ്പൊ എനിക്ക് വല്ലാതെ ഈ യൂറിനേഷൻ ടെംപ്റ്റേഷൻ, എനിക്കൊന്ന് ബാത്റൂം വരെ പോകണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ബാത്റൂമിലേക്ക് കയറി പോകും. ഇവിടെ ഗോകു ആണെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ ഫിഷുകൾ ആമയ്ക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞു. ആമയാണെങ്കിൽ വിളിച്ചു പറയും, ഗോകു നമുക്ക് ഒരുപാട് ഫിഷുകൾ കിട്ടിക്കഴിഞ്ഞു, ഇനി ആവശ്യമില്ല. ഗോകു ആണെങ്കിൽ ഒന്നുകൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒന്ന് വലിച്ചെറിഞ്ഞ് മറ്റൊന്നുമല്ല ആ ആമയുടെ കുഞ്ഞു മകനെ. അതാണെങ്കിൽ ഇപ്പൊ ആമയുടെ അടുത്തേക്ക് ചാടിയെത്തും. ആമ അതിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെ അപ്പാപ്പൻ ആളാണെങ്കിൽ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോർ തുറന്ന് അകത്തേക്ക് പോകും. അതിനുശേഷം ഉൽമ കൊടുത്ത ആ വാച്ചിൽ പ്രസ് ചെയ്ത് അവന്റെ ബോഡി അത് ചെറുതാക്കി മാറ്റുകയാണ്. അവന്റെ ലക്ഷ്യം ബാത്റൂമിൽ പോയി ബുൽമയുടെ സീക്രട്സ് ഒക്കെ കാണുക എന്നതാണ്. അവൻ നൈസായി ബാത്റൂമിലേക്ക് കടന്നു വരും. ബുൽമയാണെങ്കിൽ അവളുടെ കാര്യമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഇപ്പൊ അപ്പാപ്പൻ ബാത്റൂമിന്റെ മുകളിലേക്ക് കയറും. പക്ഷെ എന്താ, ആള് കാല് വഴുതി ആ ബാത്റൂമിന്റെ അകത്തേക്ക് വീഴുകയാണ്. അവള് ഫ്ലഷ് അടിക്കും. ആളങ്ങനെ സെപ്റ്റി ടാങ്കിലേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ സെപ്റ്റി ടാങ്കിന്റെ മൂടി അത് തുറന്ന് നമ്മുടെ അപ്പാപ്പൻ പുറത്തേക്ക് വരികയാണ്. ആളുടെ നാറ്റം കൊണ്ട് ആൾക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. നേരെ കടലിലേക്ക് എടുത്തു ചാടി ഫ്രഷായി ആള് തിരികെ എത്തും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോഴും മൊട്ടപ്പനും ആ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നാൽ മാത്രമേ അവർക്ക് പോകാനുള്ള സബ്മറിയൻ അത് ലഭിക്കൂ. അല്പസമയം കഴിയുമ്പോഴേക്കും ലോഞ്ചും മൊട്ടപ്പയ്യനും അവർ രണ്ടുപേരും ആ പ്ലെയിനിൽ അവിടേക്ക് പറന്നിറങ്ങുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷവും. ലോഞ്ചാണെങ്കിൽ ഗോകുവിനെ ചേർത്ത് പിടിക്കും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തു പറ്റി ഇത്രയും ലേറ്റ് ആവാൻ? അതിനവള് പറയും, ഞാൻ മാർക്കറ്റിലെത്തിയതിനു ശേഷം അറിയാതെ ഒന്ന് തുമ്മി, അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, പിന്നീട് നോർമലായി ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടേക്ക് എത്തിയത്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിന്റെ വിശേഷമൊക്കെ തിരക്കും. നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അതിന് ഗോകു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. ലോഞ്ച് ആണെങ്കിൽ കിച്ചണിലേക്ക് വന്ന് അവൾ മേടിച്ച സാധനങ്ങൾ അത് ഫ്രിഡ്ജിൽ ഒന്നൊന്നായിട്ട് നിരത്തും. ആ സമയം മാസ്റ്റർ ആണെങ്കിൽ ലോഞ്ചിനോട് പറയും, നിനക്ക് നല്ല ടയർഡ് ലുക്കുണ്ട്, നീ ഇപ്പൊ തന്നെ ഒന്ന് ഫ്രഷ് ആവണം. അതിനവള് പറയും, എനിക്കിപ്പോൾ ഫ്രഷ് ആവാൻ ഒരു മൂഡില്ല, അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആവാം. മറ്റൊരു ഭാഗത്ത് മൊട്ടപ്പനും ബൊൽമയും ഗോകുവും അവർ മൂന്നുപേരും ഒരു മാപ്പ് അങ്ങനെ തുറന്നു വെച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവർക്ക് പോകേണ്ട വഴി മാപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല ഒരു റെഡ് കളറിലുള്ള സിമ്പിൾ അതവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം മാസ്റ്റർ ആണെങ്കിൽ അവിടേക്ക് വന്ന് വീണ്ടും ജ്യൂസ് കുടിക്കാനായിട്ട് നിർബന്ധിക്കും. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, ഇന്നിവിടെ വന്നതിൽ പിന്നെ ഞാൻ ഒരുപാട് ജ്യൂസ് കുടിച്ചു, എനിക്കിനി ജ്യൂസ് വേണ്ട. മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു റെഡ് ഡോട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആക്ച്വലി ഇതൊരു നിധിയാണ്, ഒരു പൈററ്റ്സ് കുറെ കാലങ്ങൾ കൊണ്ട് ശേഖരിച്ചു വെച്ച ഒരു വലിയ നിധി. അത് കേട്ട് ബൊൽമ ഞെട്ടുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ആ വലിയ കടലിന്റെ മുക്കിലും മൂലയിലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ ആ നിധിയെക്കുറിച്ച് പറയും, സത്യത്തിൽ ഈ ഒരു നിധിയെക്കുറിച്ച് എന്നെ കഴിഞ്ഞ് കൂടുതലായിട്ട് അറിയാവുന്നത് മാസ്റ്റർ റോഷിക്കാണ്, അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറഞ്ഞു തരും. അതിന് മാസ്റ്റർ റോഷി പറയും, വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു പൈററ്റ് കൂട്ടം ഈ ഒരു കടൽ അടക്കി ഭരിച്ചിരുന്നു. അവിടേക്ക് വരുന്ന എല്ലാവരുടെയും പണവും അസറ്റ്സും എല്ലാം തന്നെ അവർ അടിച്ചു മാറ്റിയിരുന്നു. പിന്നീട് ആ ഒരു പൈററ്റ്സ് ടീം തന്നെ ഇല്ലാതായി. ഒരു വർഷങ്ങളായിട്ട് സംഭരിച്ചു വെച്ചിരുന്ന അവരുടെ സമ്പാദ്യം അത് മുഴുവൻ ഇപ്പോഴും ആ ഒരു കടലിന്റെ അടിത്തട്ടിലുണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സ്റ്റോറി എല്ലാം കേട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും ആ ട്രഷർ നമുക്ക് തന്നെ കണ്ടെത്തണം. മൊട്ടപ്പം പറയും, എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, സോ ഈ ഒരു ജേർണിയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അങ്ങനെ ഒരു മൂന്ന് പേരും ആ ഒരു പ്ലെയിനിൽ കയറി പറന്നു പോവാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കൺഫ്യൂഷനോട് കൂടെ ബൊൽമയോട് ചോദിക്കും, നമുക്ക് കടലിന്റെ അടിയിലേക്കല്ലേ പോവേണ്ടത്, സോ ഈ പ്ലെയിൻ കൊണ്ട് നമുക്ക് എന്താണ് യൂസ്? അതിനവള് പറയും, ഇത് പ്ലെയിനും ആണ് അതുപോലെ സബ് മറീനും ആണ്, സോ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയും. അടുത്ത നിമിഷം അവൾ ഷോക്ക് ആവുകയാണ്. ഓ നോ, എന്റെ തിങ്സും ഡ്രാഗൺ ബോളും ഉണ്ടായിരുന്ന ആ ബാഗ് അത് ഞാൻ മാസ്റ്റർ റോഷിയുടെ വീട്ടിൽ വെച്ച് എടുക്കാനായിട്ട് മറന്നുപോയി. അതിന് മൊട്ടപ്പനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അത് മാസ്റ്റർ റോഷിയുടെ വീടാണ്, അവിടെ അത് തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും എന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ആ ഒരു കാര്യം ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കുകയാണ്. അവരാണെങ്കിൽ ചുറ്റും നോക്കും, അയർലാൻഡിന്റെ നടുക്കുള്ള മാസ്റ്റർ റോഷിയുടെ ആ വീട് അതവൻ കോപ്പി ചെയ്ത് അവരുടെ വിഷ്വൽ അത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഷെയർ ചെയ്യാണ്. തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് അത് അവിടെ തന്നെ ഉണ്ടാവും. എത്രയും വേഗം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറയും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ ലോഞ്ചിനോട് വീണ്ടും കുളിക്കാനായിട്ട് നിർബന്ധിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.